പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ഇപ്പോൾ ട്രംപ് തിരിച്ചു വന്നതോടുകൂടി വലിയ നിലയിൽ ഈ ആഴ്ച ചർച്ച ചെയ്യപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. ഈ അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ ഒരു കഥ, പഴയ കാലത്തൊരു കഥ പറയപ്പെടുന്നുണ്ട്. വളരെ പണ്ട് കാലത്ത് വൈദ്യുതി എങ്ങും കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടത്തിൽ അവിടുത്തെ ഈ നഗരം അന്ന് കാലത്തുള്ള ഒരു നഗരാവസ്ഥയാണ്. രാത്രിയായാൽ പിന്നെ വിളക്കുകളില്ലാത്ത, തെരുവ് വിളക്കുകളില്ലാത്ത, വെളിച്ചമില്ലാത്ത തികഞ്ഞ ഇരുട്ടിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട നടപ്പാത, പ്രധാനപ്പെട്ട റോഡ് എന്നുള്ളത് വളരെ കുണ്ടുകളും കുഴികളും നിറഞ്ഞതാണ്. ഒരുപാട് ഗട്ടറുകളിലുള്ള ഈ റോഡിലൂടെയുള്ള രാത്രികാലത്തെ യാത്രകൾ തീർച്ചും അപകടകരമായിരുന്നു. ഒട്ടനവധി യാത്രക്കാർ നിരന്തരം വാഹനങ്ങളിൽ പോകുന്നവരും നടന്നു പോകുന്നവരുമൊക്കെ അപകടത്തിൽപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് സ്ഥിരം സംഭവമായി. അത്രയും വലിയ ഗട്ടറുകളുള്ള ഒരു റോഡാണ് ഇത്. ആ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങൾ നിരന്തരമായി കാണുന്നവരുമാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ റോഡിൻ്റെ ആ പാതയോരത്ത് വീടുള്ള തികച്ചും ദരിദ്രനായ ഒരു ബാലൻ അവനൊരു വിളക്ക് കത്തിച്ച് ഈ തെരുവിൻ്റെ സൈഡിൽ വെച്ചു. ഈ വഴിയോരത്തോടെ കടന്നു പോകുന്നവർക്ക് അല്പം വെളിച്ചം തൻ്റെ വീട് മുറ്റത്ത് കിട്ടട്ടെ എന്ന് കണക്കാക്കി ഒരുപാട് ദീർഘമുള്ള കിലോമീറ്ററുകളുള്ള ആ വഴിത്താരയിൽ എങ്ങും ഇരുട്ട് നിൽക്കുമ്പോൾ ഈ ഒരു വിളക്ക് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ആ വിളക്ക് യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായി. ആ വെളിച്ചം ഒരുപാട് ദൂരം ഇരുട്ടത്ത് കടന്നു വരുന്നവർക്ക് ആ വെളിച്ചം വലിയ ആശ്വാസമായി. അത് ജനങ്ങൾ അയാളെ പ്രശംസിക്കാൻ കാരണമായി തീരുകയും ചെയ്തു. മാത്രമല്ല, ചുറ്റുമുള്ള ജനങ്ങളും ആലോചിച്ചു, ഓരോ വിളക്ക് നമുക്കും തെളിപ്പിക്കാമെന്ന്. അങ്ങനെ ഓരോ വിളക്കുകൾ വീതം ആ നാട്ടിലുള്ള ഓരോരുത്തരും, തെരുവോരത്തുള്ള ഓരോ മനുഷ്യരും ഓരോ വിളക്കുകൾ വീതം കത്തിച്ചു വെച്ചപ്പോൾ ലോകത്ത് സൂര്യൻ അസ്തമിച്ചാലും വെളിച്ചമുള്ള ഒരു നഗരമായി അത് രൂപപ്പെട്ടു. ആ നഗരം ഇന്നറിയപ്പെടുന്നത് സഹോദര സ്നേഹം എന്ന ഒരു പേരിൽ അർത്ഥം വരുന്ന ഫിലാഡൽഫിയ എന്നൊരു രൂപത്തിലാണ്, ഒരു നാമത്തിലാണ്. ഇന്ന് ലോകത്ത് സൂര്യാസ്തമയത്തിന് ശേഷവും ഉറങ്ങാതെ കഴിയുന്ന വിവിധ പട്ടണങ്ങളിൽ ഒരു പട്ടണമായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പട്ടണമാണത്. പക്ഷെ അതിനൊരു ഇങ്ങനൊരു പിറകെ ഒരു കഥ കൂടിയുണ്ട്. ഇവിടെ ഈ കഥ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇവിടെ ആ കുട്ടി ചെയ്യുന്ന നന്മയുണ്ടല്ലോ, ആ ബാലൻ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നന്മ അയാൾ ആലോചിച്ചു നോക്കിയാൽ ദിവസവും തനിക്ക് കുറേ എണ്ണ ചെലവാകുന്നൊരു പരിപാടി, ആ വിളക്ക് വെച്ചത് കൊണ്ട് തനിക്ക് വ്യക്തിപരമായ ഒരു ലാഭവും നേട്ടവും ഇല്ല എന്നുള്ളപ്പോഴും അപകടത്തിൽപ്പെടുന്ന ഒരാളെയെങ്കിലും അത് തടയുമെന്ന നിലയിൽ ഒരു സഹായ മനസ്കതയോടെ വെച്ച ആ ദീപമുണ്ടല്ലോ, ആ ദീപമാണ് നന്മ എന്നുള്ളത്. പക്ഷെ ആ ദീപം തനിക്ക് ലാഭമില്ലെങ്കിൽ പിന്നെ കത്തിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി എന്ന് ആലോചിക്കുന്നത്. നമ്മൾ എവിടെ എന്ത് വിനിയോഗിച്ചാലും എന്ത് ചിലവഴിച്ചാലും നമുക്കിതിൽ എന്ത് ലാഭമുണ്ട്, എന്ത് നേട്ടമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടാണ് വളരെ ഭദ്രമായ ഒരു ആലോചനയ്ക്ക് ശേഷം നമ്മുടെ നേട്ടങ്ങളും ലാഭങ്ങളും കണക്ക് നോക്കി അത് ലാഭമാണ്, നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചിലവഴിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഒരിക്കലും അത് പാടില്ലാത്തത്. മറ്റുള്ളവരിലേക്ക് പകർന്നു ചേരേണ്ടതാണ് ഓരോ മനുഷ്യ ജീവിതവും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബാക്കളിരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന മിന ഷജറത്തി ഷജറത്തുൻ ലാ യസ്കുതു വറഖുഹ മസ്ലുഹാ കമസ്ലിൽ മുഅ്മിൻ. മരങ്ങൾക്കിടയിൽ ഒരു മരമുണ്ട്, ആ മരവും വിശ്വാസിയും ഒരുപോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വൃക്ഷം അത് വിശ്വാസിയുടെ ഉപമയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദ്യം ജനങ്ങളിലേക്ക് വിട്ടു, ഫഅയ്യു ഷജറത്തിൻ ഹാദിഹി, ഏതാണ് ആ മരമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ, നിങ്ങൾക്ക് പറയാമോ എന്ന് സഹാബാക്കളോട് ചോദിച്ചു. വിശ്വാസിയുടെ ഉപമയാണ് ആ മരമെന്ന്. സഹാബാക്കള് അറേബ്യൻ താഴ്വരകൾ കണ്ടുവരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ മരങ്ങളെക്കുറിച്ച് ആലോചിച്ചത്, വിശ്വാസിയുടെ ഉപമ എന്ന് പറയാൻ കഴിയുന്ന മരത്തെക്കുറിച്ച് അവർ ആലോചനകൾ കാടുകയറി. ആരും ഉത്തരം പറഞ്ഞില്ല. അവസാനം നബിയുടെ അടുക്കിലേക്ക് തന്നെ ഉത്തരം വന്നു. നബി പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിയ നഖല, അത് ഈന്തപ്പനയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് ഈന്തപ്പനയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തുകൊണ്ട് വിശ്വാസിയുടെ ഉപമയായി മരത്തെ എടുത്തു വെച്ചെന്നറിയുമോ? ഈ മരത്തിൽ നിന്നൊന്നും കളയാനില്ല, മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്തതായി ഒന്നും അതിനകത്തുണ്ടാകില്ല.
അതിൻ്റെ തണ്ടാണെങ്കിലും തടിയാണെങ്കിലും അതിൻ്റെ ഓലയാണെങ്കിലും അതിൻ്റെ പഴമാണെങ്കിലും കുരുവാണെങ്കിലും എല്ലാത്തിലും ഉപകാരമുണ്ട് ഓരോ മനുഷ്യന് എന്ന്. മനുഷ്യന് ഉപകാരപ്പെടുന്നൊരു വൃക്ഷം പരിപൂർണ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് തന്റെ സമീപസ്ഥരായ ഏതൊരാൾക്കും ഉപകാരം ചെയ്യുന്ന ഒരു വൃക്ഷം എന്ന നിലയിൽ ഈന്തപ്പനയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസി ഉപമിക്കുന്നത്. ഇതുപോലൊരു വടവൃക്ഷമാകേണ്ടവനാണ് വിശ്വാസി. പടർന്ന് പന്തലിച്ച് ജനങ്ങൾക്ക് തണൽ നൽകുന്ന, ജനങ്ങൾക്ക് കഴിക്കാൻ കായ്കൾ നൽകുന്ന, ജനങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കാനുള്ള തടി നൽകുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും കിളികൾക്ക് കൂടായും കിളികൾക്കും അതുപോലെയുള്ള മറ്റു ഇഴജന്തുക്കൾക്കും ഭക്ഷണമായിട്ടും ഒക്കെ ഒരു വടവൃക്ഷമെന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഉപകാരമാണ്. അതിന് ചുറ്റുമുള്ള എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വൃക്ഷം പോലെ വളരേണ്ടവരായിരുന്നു നമ്മൾ ഓരോ മനുഷ്യരും വിശ്വാസിയുമെന്നാണ് റസൂലുള്ളാഹി ഇവിടുത്തെ താല്പര്യം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെ അങ്ങേ തലക്കൽ നിൽക്കുകയും ആഡംബര ജീവിതം അന്യന്റെ ആവശ്യത്തെക്കാളും അന്യന്റെ അടിയന്തരമായ എമർജൻസി ആവശ്യങ്ങളെക്കാളും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ലക്ഷറിക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ആ ഒരു വടവൃക്ഷം എന്നതിൽ നിന്ന് ഇന്ന് കാണുന്ന അലങ്കാര സസ്യങ്ങളായ ബോൺസായി മരങ്ങളായി മാറിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വലിയ വലിയ മരങ്ങളുടെ ചെറിയ രൂപങ്ങൾ ഇന്നുണ്ട്. നമ്മുടെ തോട്ടങ്ങളും നമ്മുടെ വീടുകളും അലങ്കരിക്കുന്ന ബോൺസായി വൃക്ഷങ്ങളായിട്ട് ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു അവസ്ഥയിലെ വിശ്വാസിയിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കുന്നത്, ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, അധ്വാനിച്ച് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ വിനിയോഗിച്ചുകൊണ്ടും ഇരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നമ്മൾ അധ്വാനിക്കുന്നവരാണ്, സമ്പാദിക്കുന്നവരാണ്, നമ്മൾ അതിനുവേണ്ടി ജീവിക്കുന്നവരുമാണ്. നമ്മളെപ്പോഴും നിരന്തരമായിട്ട് രാവ് ഇരുട്ടി വെളുക്കുന്നതിനിടയിൽ നമ്മൾ ഓരോ കാണുന്ന സ്വപ്നങ്ങളിൽ പോലും നമുക്കുള്ളത് നാളത്തെ പദ്ധതികളാണ്. ഈ നേരം വെളുത്തു കഴിഞ്ഞാൽ അടുത്ത അസ്തമയം വരെയും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ സമ്പാദനത്തിന് വേണ്ടി വലിയ തോതിൽ നമ്മൾ എനർജി ചെലവാക്കുന്നുണ്ട്, വലിയ അധ്വാനം നടത്തുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ ഭാവിയുടെ ഭദ്രത പണത്തിലാണ്. എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും നമുക്ക് മതിയാകുന്നില്ല. കാരണം പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു പരീക്ഷണം വന്നാൽ എങ്ങനെ നമ്മൾ കരകയറും? അതുകൊണ്ട് പണമാണ് പിൻബലം. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭാവിയുടെ ഭദ്രത ധനത്തിലാണ്, ഈ ധനം ശേഖരിക്കുന്നതിലാണ് എന്ന ചിന്ത നമ്മൾ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്നതിൽ ഊന്നൽ കൊടുക്കുന്ന നമ്മൾ ചെലവാക്കുന്നതിൽ ലുബ്ധ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലവാക്കാൻ നമുക്ക് വലിയ മടിയാണ്, ചിലവാക്കി തീർന്നു പോകുമെന്ന് ഭയമാണ്. എന്ന് വിശുദ്ധ ഖുർആൻ. ചില ജനങ്ങൾ അങ്ങനെയുമുണ്ട് എന്ന്, ചില ജനങ്ങൾ അങ്ങനെയുമുണ്ട്. അവർ സമ്പാദിച്ചു വെക്കുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് എപ്പോഴും അവർക്ക് ബോധവാന്മാരായിരിക്കും. അതിനെക്കുറിച്ച് ഒരു കണക്കുകൂട്ടൽ അവർക്കുണ്ടാകും. ഇത്ര രൂപ എനിക്ക് സമ്പാദ്യമായി, എനിക്ക് സേവിംഗ് ആയി, എനിക്ക് ശേഷിപ്പുകളായി, എന്റെ നിക്ഷേപങ്ങളായി ഇന്ന ബാങ്കുകളിലുണ്ട്, ഇന്ന സ്ഥാപനങ്ങളിലുണ്ട്, ഇന്ന കെട്ടിടങ്ങൾ എന്റെ പേരിലുണ്ട്. അങ്ങനെ അവന്റെ ഒരു സാമ്പത്തികമായ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എല്ലാ മനുഷ്യനും വെച്ചു പുലർത്തുകയും എന്നിട്ട് ഇത് അനശ്വരമായി തനിക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യൻ. എന്റെ ഭാവി ഈ പണത്തിലാണ്, ഞാൻ സേഫാണ് എന്ന്, ഞാൻ സേഫാണ്, എന്റെ ആവശ്യം പോലെ പണമുണ്ട്, ഏതൊരു പ്രശ്നവും പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക പിൻബലം എനിക്കുണ്ട് എന്ന മനുഷ്യൻ കണക്കാക്കുന്നത്. അങ്ങനെയൊന്നും മനുഷ്യൻ കണക്കാക്കാൻ പാടില്ല. പണത്തിലാണ് ഭാവി എന്നുള്ളത് തന്നെ മനുഷ്യന് മൂഢമായ ധാരണയാണ്. പണത്തിലാണ് ഭാവി എന്നുള്ളത്. വലിയ വലിയ സാമ്രാജ്യങ്ങളുള്ളവർ, ഒരുപാട് കോടികളുള്ള മനുഷ്യന്മാരാണ് ഒറ്റ ഉരുൾപൊട്ടൽ കൊണ്ട് അനാഥരായി മാറിയിട്ടുള്ളത്. ഇന്ന് പുഴുവരിച്ച ഭക്ഷണങ്ങളും അതോടൊപ്പം വലിഞ്ഞ് കീറിപ്പോയിട്ടുള്ള ഒഴിവാക്കപ്പെടുന്ന ഏറ്റവും മോശമായ വസ്ത്രങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ക്യൂ നിന്ന് മാക്കേണ്ട ഗതികേടിലേക്ക് സമ്പന്നന്മാരെ കൊണ്ടെത്തിച്ചത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. നമ്മൾ കരുതുന്നത് പോലെ ഈ ദുനിയാവിൽ എന്റെ പേരിൽ കുറെ പ്രമാണങ്ങളുണ്ട് എങ്കിൽ, എന്റെ പേരിൽ കുറെ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്റെ ഭാവി ഭദ്രമാക്കുമെന്നുള്ളത് മൂഢമായ ധാരണയാണ്. ഏതാ വിശുദ്ധ ഇസ്ലാം റസൂലും പഠിപ്പിക്കുന്നത്? ചെലവാക്ക് മനുഷ്യ എന്ന്. അറിയുമോ, എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥന നടക്കാറുണ്ട്, അല്ലാഹുമ്മ അതി മുൻഫിക്കൻ ഖലഫ, അല്ലാഹുമ്മ അതി മുംസിക്കൻ തലഫ എന്ന്. എല്ലാ പ്രഭാതങ്ങളിലും രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കാതെ കടന്നു പോകാറില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ ചിലവാക്കുന്നവർ പകരം കൊടുക്കണേ എന്ന്. അല്ലാഹുവേ ചിലവഴിക്കുന്നവനാണ്. എല്ലാവരും മറ്റുള്ളവന്റെ സങ്കടം കണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് അന്യന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് തന്റെ സമ്പാദ്യം വീതിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പകരം കൊടുക്കണേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ട് മലക്കുകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ അതി മുംസിക്കൻ തലഫ. അതുപോലെ പിടിച്ചു വെക്കുന്നവനുണ്ടല്ലോ, ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഇതിനെ മാറ്റിവെക്കുന്നവൻ, അവന് നാശവും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട് എന്ന്. ആദ്യ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഹദീസ് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. കൊടുത്താൽ പകരം അല്ലാഹു നൽകുമെന്നുള്ളത് മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്, എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. എന്നാൽ കൊടുത്തില്ലെങ്കിൽ നാശമുണ്ടാക്കണേ എന്നൊരു പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നാശമാണ് എന്ന് നമ്മുടെ സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുമ്പോൾ നമുക്കത് ലാഭമാകുമെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്.
ഭാവിയുടെ ഭദ്രതയാണ് കണക്കാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറയണം അത് നാശമായി മാറും. ഒരുപാട് സമ്പന്നന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരുപാട് സമ്പന്നന്മാർക്ക് സമ്പത്തുണ്ട്. അവരുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഉൾട്ടയായിട്ട് പറയാറുണ്ട്. നമ്മൾ ഇങ്ങനെ പറയാറ്, ഓ അവനാ പണം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏത് അവന്റെ മക്കൾക്ക് നിരന്തരമായ അസുഖമാണ്, വൈകല്യമാണ്, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്, ഇന്ന പരീക്ഷണങ്ങളിലൂടെയാണ്. എത്ര പെട്ടെന്നാണ് ആ മനുഷ്യൻ സാമ്പത്തികമായി ഇത്രയും വലിയ ഭദ്രതയിൽ നിന്ന് താഴേക്ക് വീണുപോയത്. എത്ര വലിയ പരീക്ഷണമാണ് കടന്നു വന്നത്. പണമുള്ളത് കൊണ്ട് പിടിച്ചു നിന്നു എന്ന്. ചിലരുടെയെങ്കിലും വിഷയത്തിൽ പണമുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുകയായിരുന്നില്ല, പണം ചിലവാക്കാത്തതിന് പേരിൽ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ആപത്ത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുക. അതാ റസൂലിന്റെ സൂചന. റസൂൽ പഠിപ്പിക്കണം അത് നാശം ക്ഷണിച്ചു വരുത്തുമെന്ന്. മനുഷ്യൻ അവന്റെ സമ്പാദ്യങ്ങൾ പൂഴ്ത്തിവെച്ചാൽ മറ്റു വഴിയിലൂടെ അത് പുറത്തേക്ക് വരും. വലിയ ബാധ്യതകളും പരീക്ഷണങ്ങളും ഒരു ജീവിതത്തെ കടന്നു വരാൻ അത് കാരണമായി തീരുമെന്ന റസൂലിന്റെ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അള്ളാഹുവും പറയുന്നതും ഖുദ്സി ഹദീസ് അല്ലാഹു പറയാണ്, അള്ളാഹു പറയാണ് യബ്ന ആദം അൻഫിക്, മനുഷ്യ നീ ചെലവാക്ക്, യുൻഫക് അലൈക്, നിനക്ക് തിരിച്ചു നൽകാൻ ഞാൻ തയ്യാറാണ്. നീ ചെലവഴിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെലവഴിക്കുകയാണെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്റെ ബാധ്യതയാണ് എന്ന് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു ഹദീസ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിനിയോഗിക്കുന്നിടത്താണ് നമ്മുടെ ലാഭമുള്ളത്. നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് ലാഭമുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ പണം സമ്പാദിക്കുക എല്ലാം ഉണ്ട്. എനിക്ക് 5 നേരം നമസ്കാരമുണ്ട്, ഒരുപാട് ഉംറകളായി, ഒരുപാട് ഹജ്ജുകളായി. ഒരു മനുഷ്യൻ 5 പൈസ കൊടുക്കാറില്ലെങ്കിലും നമുക്കിടയിൽ കുറെ ആൾക്കാരുണ്ട് നല്ല നിസ്കാരക്കാരാ. മറ്റുള്ളവന്റെ സങ്കടം കാണുമ്പോൾ അലിയില്ല, മറ്റുള്ളവന്റെ വിശപ്പ് കാണുമ്പോൾ അലിയില്ല, രോഗങ്ങൾ കാണുമ്പോൾ അലിയില്ല. ആർക്കും കൊടുത്ത് സഹായിക്കാൻ പൊതുവായ ആവശ്യങ്ങൾക്ക്, പൊതുവായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു പൊതുവായ നടപടി ഉണ്ടാക്കണം. പിറകിലേക്ക് താമസിക്കുന്ന 10-25 വീട്ടുകാർക്ക് അവർക്ക് നടന്നു പോകാൻ പോലും വഴി തികയുന്നില്ല. വാഹനങ്ങളുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്പം വസ്തു വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ എവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറ്? വസ്തു വിട്ടുകൊടുക്കില്ല. ഒരു വഴിക്ക് വേണ്ടി എന്റെ സമ്പാദ്യം ഞാൻ എന്തിന് അവരുടെ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള പിടിവാശിയാണ്. എന്തുകൊണ്ട്? കൊടുത്താൽ നമുക്ക് കുറയും, നമ്മുടെ വസ്തുവില് നമ്മുടെ പ്രമാണത്തിൽ കുറയുമെന്നല്ലാതെ ഈ കൊടുക്കുന്ന വഴിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ആ ചാൻ ഭൂമികൾ, 1 സെന്റോ 1/2 സെന്റോ ഭൂമികൾ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് വ്യക്തമായ കണക്കുണ്ട്. അത് ജാരിയായ സ്വതക്കയായി നീ മരണപ്പെട്ട് കഴിഞ്ഞാലും നിന്റെ ഖബറിലേക്ക് ഒഴുകുന്ന ഒരു പുണ്യമായി അവശേഷിക്കുമെന്ന് എന്തുകൊണ്ട് വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? അല്ല കൊടുക്കുന്ന ലാഭക്കണക്ക് നമ്മൾ ആരും ആലോചിക്കാറില്ല. നമുക്ക് ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. കൊടുത്താൽ കുറഞ്ഞു പോകുന്ന ഭയമാണ്. കൊടുത്താൽ കുറഞ്ഞു പോകും. നല്ല നമസ്കാരക്കാരനാ, വലിയ നമസ്കാരമുള്ള ആൾക്കാരാ, നോമ്പ് കൃത്യമായി പിടിക്കുന്ന ആൾക്കാരാ, ഹജ്ജും ഉംറയും ചെയ്തവരാ. എന്നാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഒരാളുടെ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ഒരു സഹായമായിട്ട്, ഒരു പൊതു സഹായമായിട്ട് നമ്മൾ നമ്മുടെ നാണയങ്ങൾ ചിലവഴിക്കാൻ മടിക്കുന്ന ഒരുപാട് മനുഷ്യർ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിനിയോഗിക്കണം എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നന്മ എന്ന് കണക്കാക്കിയത് എന്താണ്? വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നതിന്റെ പേരാണോ നന്മ എന്നുള്ളത്? പടിഞ്ഞാറിനിപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്ന് കാബയുടെ നേരെ നിസ്കരിച്ചാൽ അത് പുണ്യമായി മാറുമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അത് മാത്രമല്ല മനുഷ്യന് പുണ്യം. അള്ളാഹുവിൽ വിശ്വസിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം, അള്ളാഹുവിന്റെ മലക്കുകൾ വിശ്വസിക്കാൻ കഴിയണം, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. വആതൽ മാല അലാ ഹബ്ബിഹി ദബിൽ ഖുർബാ വൽ മസാകീൻ വബിനിസ് സബീലി വസ്സായിലിന വഫി റിഖാബ്. നിങ്ങൾക്ക് സമ്പത്തിനോട് ആർത്തിയുള്ളപ്പോഴും ആഗ്രഹമുള്ളപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതാണ് നന്മയെന്ന്. അതാണ് നന്മയെന്ന്. പുണ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി വന്നവൻ ആ മനുഷ്യൻ. നമുക്ക് ഈ ദുനിയാവിൽ ഭാവി നിർണ്ണയിക്കുന്നത് പണമല്ല. മരണത്തിനപ്പുറത്ത് ഈ കാശിന്റെ ഒരു ഉപയോഗവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. എത്ര കോടികൾ എന്റെ പേരിലുണ്ട് എങ്കിലും മരണത്തിനപ്പുറത്തൊരു നാണയം പോലും എന്റെ വിചാരണയ്ക്കോ എന്റെ ബർസഖിന്റെ ജീവിതത്തിനോ നമ്മൾ അവശേഷിപ്പിച്ചു പോയ ഒരു നാണയത്തിന് പോലും ഉപകാരം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പുണ്യങ്ങളുണ്ടല്ലോ, ആ പുണ്യങ്ങളെ നമുക്ക് അവശേഷിക്കുക. ഈ പുണ്യങ്ങൾ സമ്പാദിക്കാനാണ് പറഞ്ഞത്. ആ പുണ്യങ്ങൾ നമസ്കാരത്തിൽ മാത്രം തേടുന്നത് അബദ്ധമാണ്. ആ പുണ്യങ്ങൾ ഹജ്ജിൽ മാത്രം അന്വേഷിക്കുന്നത് അബദ്ധമാണ്. അതാ എനിക്കിഷ്ടമാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ ആവശ്യമാണ് പണം എന്നിരിക്കുമ്പോഴും, അതിനോട് താല്പര്യമുള്ളപ്പോഴും, അതിനോട് ആഗ്രഹമുള്ളപ്പോഴും അഗതികൾക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും യാത്രികനും അതുപോലെ കടബാധ്യതയുള്ളവനും അടിമമോചനം എഴുതിയവനും അങ്ങനെ അഗതികൾക്കും അനാഥർക്കും അശരണർക്കും വേണ്ടിയിട്ട് കൈയടിച്ച് ഈ പണം ചെലവഴിക്കുന്നവരുണ്ടല്ലോ, അവരാണ് പുണ്യവാന്മാരെന്ന് വിശുദ്ധ ഖുർആൻ. അവരാ നന്മ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ. ആ നന്മ സമ്പാദിക്കാനാണ് നമ്മൾ മത്സരിക്കേണ്ടത്.
നമ്മൾ ഇന്ന് സമ്പാദിക്കാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു സമൂഹം, നമ്മൾ ആരെയും മതം പഠിക്കുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ആ നബിയിൽ നിന്ന് നേരിട്ട് മതം പഠിച്ച ശഹാബാക്കൾ, ആ ശഹാബത്തിന്റെയും പ്രവാചകരുടെയും ജീവിതം നോക്കൂ. അവർ മത്സരിച്ചത് സമ്പാദിക്കാനല്ല, വിനിയോഗിക്കാൻ വേണ്ടിയാ. ചെലവഴിക്കുന്ന വിഷയത്തിൽ വലിയ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് ശഹാബാക്കൾ. റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എന്നും പട്ടിണി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. മിക്കവാറും ഒക്കെ പട്ടിണി തന്നെയാണ്. എന്താ പട്ടിണിയായി പോയതിന്റെ കാര്യം? റസൂൽ ആ പട്ടിണി ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടാണ്, ആ പട്ടിണി അവർ സ്നേഹിച്ചത് കൊണ്ടാണ്, മിസ്കീനായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് പ്രവാചകന്റെ കയ്യിലൂടെ കടന്നുപോയത്. എത്ര കോടി സമ്പാദ്യമാണ്! പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നിട്ട് അവർ നിക്ഷേപമായി നൽകുകയാണ്. ലക്ഷക്കണക്കിന് ദിനാറുകളും ദിർഹമുകളും ഒട്ടകങ്ങളും ആട്ടിൻകൂട്ടങ്ങളും എല്ലാം റസൂലിന്റെ അടുക്കലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒരു കൈ കൊണ്ട് മാച്ച് മറു കൈ കൊണ്ട് അടുത്ത ആവശ്യക്കാരിലേക്ക് കൊടുത്തിട്ട് കൊണ്ടുപൊക്കോളൂ, ജീവിക്കൂ എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു വിടുന്നത്. ഓരോ മനുഷ്യന് വേണ്ടി കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാന റസൂലുള്ളാഹി അജ്വദു മിൻ റിഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ധർമ്മനിഷ്ഠയുള്ളയായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. കാറ്റിനേക്കാൾ ധർമ്മം ചെയ്തു എന്ന്, കാറ്റിനേക്കാളും ധർമ്മം ചെയ്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അങ്ങനെ ഒരു മനുഷ്യനോട് ഇല്ല എന്ന് പറഞ്ഞ ചരിത്രം പ്രവാചക ജീവിതത്തിൽ കാണാൻ കഴിയില്ല നമുക്ക്. ഇല്ല എന്ന് പറഞ്ഞ ചരിത്രം ഒരു മനുഷ്യൻ ആവശ്യം ഉന്നയിച്ചാൽ പുണ്യനബി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ സ്വകാര്യമായ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടെടുത്തത് പോലും ഒരിക്കൽ പ്രവാചകന് കിട്ടിയ ഒരു യമനി വസ്ത്രമുണ്ട്, ഒരു സ്ത്രീ സമ്മാനമായിട്ട് കൊടുത്ത. അവർ കൊണ്ടുവന്ന് സമ്മാനമായി കൊടുത്തപ്പോ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അകത്തുപോയി അത് ഇട്ടുകൊണ്ട് പുറത്തു വന്നപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. നബി അത് ഇട്ട് കണ്ടപ്പോ പ്രവാചകൻ വല്ലാത്തൊരു മൊഞ്ച് കണ്ട സഹാബാക്കൾക്ക് തോന്നി, നല്ല ചേരുന്നുണ്ടെന്ന്. ഒരാൾ പറഞ്ഞു, നബി അത് എനിക്ക് തരുമെന്ന്. പ്രവാചകൻ അകത്ത് പോയിട്ട് അത് മാറി മറ്റൊന്നിട്ട് ആ വസ്ത്രം മടക്കിയെടുത്ത് ഈ മനുഷ്യന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ആഗ്രഹിച്ച് അണിഞ്ഞിട്ട് റസൂലുള്ളാഹി ഒരാൾ ചോദിക്കുമ്പോ റസൂൽ അത് കൊടുക്കാണ്, കൊണ്ടുപോയിക്കോളാൻ. ഒരു മൈമനസ്സും ഉണ്ടായിരുന്നില്ല, ഒരു വെറുപ്പും തോന്നില്ല. പക്ഷെ കണ്ടു നിന്നവർക്ക് തോന്നിപ്പോയി, നമുക്കിപ്പോ തോന്നിയതുപോലെ. നമുക്കിപ്പോ തോന്നിയില്ല, എന്നാലും അതുവരെ ചോദിച്ചു കളഞ്ഞു എന്ന്, അതും കൂടെ ചോദിച്ചു കളഞ്ഞു എന്ന്. അങ്ങനെ തോന്നി ചില സഹാബാക്കൾക്ക്. എന്താ പണിയെ കാണിച്ചത്? റസൂൽ ഇഷ്ടപ്പെട്ട് അണിഞ്ഞതല്ലേ, ഒരാൾ ഇഷ്ടപ്പെട്ട് കൊടുത്തതുമാണ്, നിങ്ങൾ അതുകൂടി ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കഫൻ പുടവയാക്കാൻ വേണ്ടിയിട്ടാണ്, പുണ്യ നബി അണിഞ്ഞ ഈ വസ്ത്രം എന്റെ കഫനാക്കാൻ വേണ്ടി ഞാൻ കാത്തുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് അദ്ദേഹത്തിന് ന്യായം പറയാണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ കഫൻ പുടവ എന്നുള്ളത്. അതാ റസൂൽ അവിടെ പോലും ഒന്നും പിടിച്ചു വെക്കുന്ന രീതിയല്ല. അതാ റസൂലിനെ കുറിച്ച് വാദൂരാതെ പറയും. പക്ഷെ റസൂലുമായി ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്നാൽ സഹാബാക്കൾ അങ്ങനെയായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് കൊടുക്കേണ്ടത്, അപ്പോഴാണ് നിങ്ങൾ പുണ്യം ചെയ്തവരാകുന്നത് എന്ന്, അപ്പോഴാണ് ദാനം സ്വീകരിക്കപ്പെടുക എന്ന്, അതാണ് നന്മ എന്ന് ഖുർആനായത്തിറങ്ങി. അബൂ തൽഹത്തുൽ അൻസാരി എന്ന സഹാബി അകമഴിഞ്ഞ് ധർമ്മം ചെയ്തൊരു സഹാബിയ. ആ മനുഷ്യന് സ്വയം പട്ടിണി കിടന്നിട്ട് അന്യരെ ഊട്ടുന്ന വളരെ റയറായ ചില സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അതിലൊരു സഹാബി കൂടിയാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. സ്വന്തം വീട്ടിൽ അതിഥിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വിളക്ക് കെടുത്തിയിട്ട് സ്വയം പട്ടിണി കിടന്നൊരു കുടുംബമുണ്ട്. അങ്ങനെ ഒരു കുടുംബനാഥനാണ് അദ്ദേഹം. വന്നിട്ട് അവസാനം നബിയോട് പറയണം, നബിയെ ഇങ്ങനെയാണല്ലോ ഇപ്പൊ ആയത്തിറങ്ങിയിരിക്കുന്നതെന്ന്. ആയത്ത് ഇങ്ങനെയാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്റെ ബൈറുഹ എന്ന തോട്ടം അതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പാദ്യം എന്നുള്ളത് എന്റെ ഈന്തപ്പന തോട്ടമാണ്. മനോഹരമായ തോട്ടം, ഒരുപാട് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും നല്ല വിളവെനിക്ക് നൽകുന്ന ബൈറുഹ എന്ന തോട്ടം, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ വെറുതെ പോയില്ല നബിയെ, അതുകൊണ്ട് ആ തോട്ടം ഞാൻ ദാനം ചെയ്യാന്ന്. ഇത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നുവെന്ന്, ഇത് അള്ളാഹുവിന് ഞാൻ വിട്ടു നൽകുന്നു എന്ന് റസൂലിനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ റസൂൽ കൊടുക്കും കണക്കാ. റസൂൽ പറഞ്ഞത് വേണ്ട, അത് അങ്ങനെ എന്താ ചാടിക്കറി അങ്ങനെ ചെയ്യുന്നത്? ബൈറുഹ എന്നുള്ളത് അതൊരു സോഴ്സാണ്, വരുമാന മാർഗമല്ലേ അബൂ തൽഹ. അതാ റസൂൽ പറയുന്നത്. വൃത്തം കൊണ്ട് തന്നാൽ അങ്ങ് പിടിച്ചു വാച്ചാൻ കയ്യിലെടുക്കലല്ല. ആ വൃത്തനെയും കൂടെ കിട്ടി, വൃത്തനെയും കൂടെ വീഴ്ത്തി എന്നുള്ളത് ഇപ്പോഴത്തെ എന്ത് അവർ ചൂഷണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പുകാരനല്ലല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? അതൊരു വരുമാനം നൽകുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്, നിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ എടുത്ത് വർഷാവർഷം ദാനം ചെയ്യാം, അതല്ലേ നല്ല ഐഡിയ. നീ അത് പൂർണ്ണമായി വിട്ടുകളയുന്നത് അബദ്ധമല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ ഒരു പൊതുവായ നിലയിൽ ദാനം നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂല്, എനിക്ക് ആയത്തിറങ്ങിയ ശേഷം എനിക്ക് സമാധാനമില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമാണ്, അത് പൊതുവായി നൽകണ്ടായെങ്കിൽ ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് വിധിക്കട്ടെ റസൂൽ എന്ന് ചോദിച്ചു. എൻ്റെ ബന്ധുജനങ്ങൾക്ക്, എൻ്റെ ബന്ധുജനങ്ങളായ ആൾക്കാർക്ക് അത് വിധിച്ചു കൊടുക്കാം, എന്നാലും എനിക്കത് നൽകിയാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ പറഞ്ഞ ആ തോട്ടം ബന്ധുജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അതാ സഹാബാക്കൾ അങ്ങനെ ധർമ്മം ചെയ്തത്. പക്ഷെ ആ ധർമ്മം ചെയ്തത് കൊണ്ട് അവരാരും പാപ്പരായി പോയിട്ടില്ല.
റസൂലുള്ളാഹിയും ചില സഹാബാക്കളും ബോധപൂർവമായി തന്നെ എന്ത് കിട്ടിയാലും അതും എന്ത് ചെയ്യുക, വിശന്നിരിക്കുമ്പോ കിട്ടുന്ന ആഹാരം, പ്രവാചകന്റെ പത്നിക്കും കിട്ടിയ ആഹാരം, നോമ്പ് തുറക്കാൻ കണക്കി വെച്ച ഭക്ഷണം പോലും വിശന്ന് വന്നവന് കൊടുത്തിട്ട് നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന തീരുമാനമാണ്. അല്ലാതെ ദാനം ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ദാനം ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും ദരിദ്രനായി പോയിട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം ചെയ്ത ഒരാളും ദരിദ്രനായി പോയിട്ടില്ല. ഈ കൊടുത്തവർക്കെല്ലാം നിറച്ചു കിട്ടിയിട്ടേ ഉള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്ത രണ്ട് വ്യക്തികൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാണ്. ഈ രണ്ടുപേരാ, ഈ രണ്ട് സഹാബാക്കളാ. പക്ഷെ മരിക്കുമ്പോഴും അവർ രണ്ടുപേരും അതിസമ്പന്നമാർ തന്നെയായിരുന്നു. അവർ കൊടുത്തുകൊണ്ടേയിരുന്നു, എന്നിട്ടും അവർ പാപ്പരായില്ല. ഒരിക്കലും ഒരു സാഹചര്യത്തിൽ മദീനയിൽ കടുത്ത വറുതി വന്നു, അങ്ങേയറ്റത്തെ ക്ഷാമം വന്നു, ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാനില്ല. അത്ര കടുത്ത ഭക്ഷ്യക്ഷാമം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവട ചരക്കുകൾ മദീനയുടെ അതിർത്തി കടന്നു വന്നു. അദ്ദേഹം ഒരു ഹോൾസെയിൽ വ്യാപാരിയാണ്. ചരക്കുകൾ ഇങ്ങനെ വന്നടിയും. ഇതെല്ലാം റീറ്റെയിൽ സെയിലുകാർക്ക് അവർ രൊക്കം കാശിന് അദ്ദേഹം ഡിവൈഡ് ചെയ്ത് വിറ്റുകൊടുക്കും. അവർ കൊണ്ടുപോയി റീറ്റെയിൽ രംഗത്ത് എന്ത് ചെയ്യും, കച്ചവടം ചെയ്ത് ജീവിക്കും. ഇതാണ് അവസ്ഥ എന്നുള്ളത്. അങ്ങേയറ്റം മറുതി പിടിച്ചൊരു കാലഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ കുമ്പാരങ്ങളുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരക്കുകൾ വന്നപ്പോൾ അവിടുത്തെ കച്ചവടക്കാർക്കും സന്തോഷമായി. കാരണം ഈ സാധനത്തിന് ഇന്ന് പറയുന്ന വില കിട്ടും, നല്ല ലാഭം കിട്ടുമെന്നൊരു വിശ്വാസത്തില് അവരെന്ത് ചെയ്തു, ഈ ചരക്കുകൾ വന്നപ്പോൾ ലേലം വിളിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ആ ചരക്കുകൾ വില പറയാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നു. 10ന് 12 പറഞ്ഞത്. 10 ദിർഹമിന് നിങ്ങൾ പർച്ചേസ് ചെയ്ത സാധനത്തിന് 12 ദിർഹം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ലാഭം കൊടുക്കാൻ തയ്യാറായി ചില ആൾക്കാർ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, പോരാ, ഈ ലാഭം പറ്റില്ല, ഇതിനേക്കാൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെന്ന്. ഇപ്പൊ ഈ സമയത്ത് എന്തായാലും ഡിമാൻഡുള്ള സമയമാണ്, ഭക്ഷ്യക്ഷാമം നേരിടുന്ന അവസ്ഥയാണ്, പറയുന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ചില ആൾക്കാർ പറഞ്ഞു എന്നാൽ 10ന് 15 എന്നാൽ 10ന് 15 നൽകാമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ മുന്നോട്ട് വന്നു. ഇതിനേക്കാൾ ലാഭം നൽകാമെന്ന് പറഞ്ഞവരുണ്ടല്ലോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇതിലും കൂടുതൽ ലാഭം ഒരു കച്ചവടക്കാരൻ നിങ്ങൾക്ക് നൽകില്ല, നമ്മളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ, മദീനയിലെ റീറ്റെയിൽ കച്ചവടക്കാരൻ ഞങ്ങളാ, പിന്നെ വേറെ ആരാ നിങ്ങൾക്ക് ഇതിനേക്കാൾ ലാഭം നൽകാമെന്ന് പറഞ്ഞത്? 1ന് 10 നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. 1ന് 10 നൽകാമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മദീന വറുതിയിൽ കഴിയുമ്പോൾ, പട്ടിണി കിടക്കുമ്പോ ഈ കച്ചവട ചരക്ക് ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, ഇത് ജനങ്ങൾക്ക് നിരുപാധികം ദാനം ചെയ്യുന്നുവെന്ന് മുഴുവൻ സമ്പാദ്യവും മുഴുവൻ ആ കച്ചവട ചരക്കും ആ ലോഡ് മുഴുവനും ജനങ്ങൾക്ക് ഉദാരമായി ദാനം ചെയ്തിട്ടും ആ മനുഷ്യൻ പാപ്പരായില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 81-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ക്രൂരമായി കൊല ചെയ്യുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം വിപ്ലവകാരികള്, കലാപകാരികള് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് 3 മാസത്തോളം ഉപരോധിച്ച് വീട് വളഞ്ഞു കിടക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന്. സൈനികർ തന്റെ കീഴിലായിരിക്കുമ്പോ, ഇസ്ലാമിക ഭരണം തന്റെ കീഴിലായിരിക്കുമ്പോൾ സൈന്യങ്ങളെ കൊണ്ട് കലാപകാരികളെ അടിച്ചമർത്താൻ കഴിയുമെന്നിരിക്കുമ്പോഴും, അവരെ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുമെന്ന സാഹചര്യത്തിലും അവർക്കെതിരെ ഒരു വിശ്വാസിയുടെ പോലും ചോര എന്റെ പേരിൽ വീഴാൻ പാടില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു അധികാരിയായിരുന്നിട്ടും 4 മാസക്കാലത്തോളം വീട് വളഞ്ഞു വെച്ച് അദ്ദേഹത്തെ ഉപരോധിച്ചിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ആരെയും കൊല്ലില്ല, ഞാൻ ആരെയും കൊല്ലാൻ വേണ്ടി ഉത്തരവിടില്ല, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ പാടില്ല, നിങ്ങൾ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ 2 കാര്യമുണ്ട്. അറിയുമല്ലോ നിങ്ങൾക്ക്, ഞാൻ ജയ്ഷുൽ നുസ്രത്തിനെ സംവിധാനിച്ചവനാണ്, ഞാൻ ബിർ റൂമ വാങ്ങിയവനാണ് എന്ന്. ബിർ റൂമ വലിയൊരു ചരിത്രമാണത്. ബിർ റൂമ മക്കയിൽ നിന്ന് മദീനത്തേക്ക് സഹാബാക്കൾ ഹിജ്റ ചെയ്ത് വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ശുദ്ധജലം കുടിക്കാനില്ല, ആകെ ആശ്രയിക്കുന്നത് ബിർ റൂമ എന്ന് പറയുന്ന ഒരു ഒറ്റ കിണറാണ്. അതൊരു ജൂതന്റെ കിണറാണ്. മുസ്ലിങ്ങൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം തൊട്ടിയുമായി ചെല്ലുമ്പോൾ ഓരോ തൊട്ടി വെള്ളത്തിനും അന്യായമായ വില കൊടുക്കാൻ അയാൾ നിർബന്ധിച്ചു. പണം കൊടുക്കാതെ പച്ചവെള്ളം കിട്ടാത്തൊരവസ്ഥ സഹാബാക്കൾക്കുണ്ടായി. അങ്ങനെ മദീനയിലെ അൻസാറുകളും മുഹാജിറുകളുമായ സഹാബാക്കൾ പൈസ കൊടുത്ത് പച്ചവെള്ളമാക്കേണ്ട അവസ്ഥ ഉണ്ടായപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവിൽ ഒരു സന്ദേശം നൽകി, എന്ന്. ആരെങ്കിലും ബിർറൂമ വിലയ്ക്ക് വാങ്ങിയിട്ട് മുസ്ലിം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന പക്ഷം അവന് സ്വർഗത്തിൽ ഞാൻ പകരം ജാമ്യം നിൽക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിർറൂമ വിലയ്ക്ക് മേടിക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം, സ്വന്തമായി വെക്കാൻ പാടില്ല എന്ന്. അങ്ങനെ കൊടുത്താൽ പകരം സ്വർഗത്തിൽ നൽകാമെന്ന്. ഈ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയിട്ടില്ല. ആ വിളംബരം അവിടെ നടന്നു. മദീനയുടെ ബോർഡർ കടന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്ത് കടന്നു വരുന്നു. കയ്യിൽ തന്റെ സമ്പാദ്യങ്ങൾ കുറച്ചു മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നത്. മക്കയിൽ നിന്ന് മദീനയുടെ അതിർത്തി കടക്കുമ്പോൾ ആദ്യം അറിയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം അറിയുന്നു. റസൂലുള്ളാഹിയുടെ വിളംബരവും കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ജൂതന്റെ അടുത്ത് പോയി, വിൽപ്പനയ്ക്ക് വെക്കാൻ തയ്യാറാണോ എന്ന്. കിണറിന് വില പറഞ്ഞു കൊടുക്കാൻ അയാൾ തയ്യാറായില്ല.
നിരന്തരമായ സമ്പർണം, പഴയ കച്ചവട ബന്ധങ്ങൾ കൂടി സൗഹൃദങ്ങൾ കൂടി മുമ്പിൽ വെച്ചുകൊണ്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി 12,000 ദിനാറുകൾക്ക് ആ കച്ചവടം ഉറപ്പിച്ചിട്ട് അദ്ദേഹം ആ കിണർ വിലയ്ക്ക് വാങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് വന്ന് പറഞ്ഞു, നബിയെ അങ്ങ് ഇങ്ങനെ ഒരു വിളംബരം നടത്തിയോ എന്ന്. അതേ എന്ന് പറഞ്ഞപ്പോ നബി എന്ന ആ സ്വർഗത്തിൽ അങ്ങ് പറഞ്ഞ ജാമ്യം എനിക്കാകട്ടെ എന്ന് ഞാനത് വിലയ്ക്ക് വാങ്ങി വിശ്വാസികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ കിണർ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് മദീനയിലേക്ക് കടന്നു വരാണ്. ആകെ കൈവശമുള്ള സമ്പാദ്യങ്ങൾ മുഴുവനും കൊടുത്തു. ഇനി മദീനയിൽ തനിക്ക് കയറിക്കടക്കാടില്ല, ഇവിടെ എങ്ങനെ കാലുറപ്പിക്കണമെന്നറിയില്ല, തനിക്ക് കുടുംബക്കാർ അവിടെ ഇല്ല, എല്ലാം മക്കത്താണ്. മക്കത്തുനിന്ന് കുറ്റിയും പറിച്ചു വരികയാണ്. ഉള്ള പൈസ മുഴുവനും കൊടുത്തിട്ട് ഒരു കിണർ വിലയ്ക്ക് വാങ്ങി ആ കിണർ മുഴുവൻ ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ട് ആ മനുഷ്യൻ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ആ അവസ്ഥയിൽ പോലും ഭയക്കാതെ ആ മനുഷ്യൻ കൊടുക്കാൻ തയ്യാറായി. അതാ സഹാബി. പാഴായിപ്പോയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോഴും അദ്ദേഹം സമ്പന്നൻ തന്നെയാണ്. വലിയ സമ്പന്നത. അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തത് കൊണ്ട് കുറഞ്ഞു പോകുമെന്ന ഭയമൊക്കെ നമ്മുടെ ഒരു മോശമായ ചിന്താഗതിയാണ്. അള്ളാഹു കൊടുത്തവർക്ക് ബദൽ കൊടുക്കാതെ, അത് പടച്ചവന്റെ കരാറാണല്ലോ, അള്ളാഹുവിന്റെ വാക്കാണല്ലോ. അതുകൊണ്ട് നമുക്ക് ചുറ്റും കുറെ ആവശ്യങ്ങളുണ്ട്, നമുക്ക് ചുറ്റും കുറെ ആവശ്യക്കാരുമുണ്ട്. മറ്റുള്ളവന്റെ കണ്ണീര് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉള്ളത്. പൊതുവിൽ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ നിവർന്നു നിൽക്കാൻ കഴിയില്ലാണ്. നമുക്ക് തന്നെ നേരെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെയാണോ ദാനം ചെയ്യേണ്ടത്? ഇല്ലായ്മയിൽ ദാനം ചെയ്യുമ്പോഴാണ് ഏറ്റവും മഹത്തായ ദാനം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്കില്ല, ഞെരുക്കമാണ്, ഞെരുക്കത്തിൽ ദാനം ചെയ്യണം. തിരയടങ്ങിയിട്ട് കടലിറങ്ങാമെന്ന് കണക്കാക്കിയാൽ ഏതെങ്കിലും മനുഷ്യൻ കടലിറങ്ങും? കടലിൽ കയറാൻ കഴിയുമോ? കടന്നു ചെല്ലാൻ കഴിയൊരു മനുഷ്യന്? മനുഷ്യന്റെ ജീവിതം പ്രശ്നസങ്കീർണമാണ്. എന്നും കുറവ് തന്നെ ഉണ്ടാവുള്ളൂ. ആരാ നിറഞ്ഞിരിക്കുന്നത്? എത്രയൊക്കെ പണം ഉണ്ടായാലും നമുക്കൊരു ഷോർട്ടേജ് ഉണ്ടാകും. 10 കോടി ഉള്ളവൻ ഇപ്പോഴും അവന്റെ ടാർഗറ്റ് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. അവൻ ഇനി 10 കോടിയുടെ ഷോർട്ടേജ് ഉണ്ടെന്നേ പറയുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളപ്പോഴും അവന് ഷോർട്ടേജ് ആണ്. 1000 രൂപ ഉള്ളവനും പറയും എനിക്കൊരു 1000 രൂപയുടെ ദിവസം കിട്ടിയാൽ എന്റെ കാര്യം നടക്കും. 2000 രൂപ 1000 രൂപ ഷോർട്ടേജ് ഉണ്ടെന്ന് പറയും. അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. ജീവിതത്തിൽ അവസാനം വരെയും മനുഷ്യന് തികയൂല. അങ്ങനെ തികഞ്ഞ മനുഷ്യന് കാണാനും കഴിയില്ല. ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും. ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ചിട്ട് ശാന്തമായി സമാധാനമായി തിരയടങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യാം, കർമ്മങ്ങൾ ഏർപ്പെടാമെന്ന് കണക്കാക്കിയാൽ ഒരു മനുഷ്യനും ഒരു പുണ്യവും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ തിര വന്നുകൊണ്ടേയിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഞെരുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനിടയിൽ കൂടെ തന്നെ ഇതെല്ലാം ചെയ്യാനുള്ളത്. ഈ ഞെരുക്കത്തിനിടയിലും നമുക്ക് ധർമ്മം ചെയ്യാൻ കഴിയണം, അവരെ സഹായിക്കാൻ കഴിയണം, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാൻ കഴിയണം, ചികിത്സിക്കാൻ കഴിയണം, പൊതുവായ നന്മകൾക്ക് വേണ്ടിയും സമർപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് നന്മ, അപ്പോഴാണ് നമുക്കിത് അവശേഷിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളിവിടെ വന്നത് തന്നെ ഒരു വലിയൊരു യാത്രയ്ക്ക് വേണ്ടിയാണ്, ഒരു യാത്രയുടെ ഒരുക്കത്തിന് വേണ്ടിയാണ്. നിങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നന്മകൾ ശേഖരിച്ചു വെക്കാൻ. നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ നല്ല വാക്കുകളും പ്രവൃത്തികളുമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ പറഞ്ഞൊരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു തർജുമാന്റെ മധ്യസ്ഥതയില്ലാതെ നേർക്കുനേർ സംസാരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഭാഷാ വിവർത്തകന്റെ മധ്യസ്ഥതയില്ലാതെ ഓരോ മനുഷ്യനും പടച്ചവനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മനുഷ്യൻ പതറിപ്പോകും. കൺമുമ്പിൽ നരകമാണ്, മുകളിൽ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നേർക്കുനേർ ഓരോ മനുഷ്യനും നിൽക്കുമ്പോ ഒരു കൂട്ടിന് വേണ്ടിയിട്ട്, ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അവൻ വലത്തോട്ട് നോക്കും, ആരെയും കാണില്ല. ഇല്ല മഖദ്ദമ, അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ. ഇടത്തോട്ട് നോക്കും, അവിടെയും ആരെയും കാണില്ല. ഇല്ല മതഖദ്ദമ, അവൻ മുമ്പ് ചെയ്ത നന്മകളല്ലാതെ. അങ്ങനെ നന്മകളല്ലാതെ ഒന്നും പിന്തുണയ്ക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു നിമിഷമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം പറഞ്ഞത് ഒരു കാരക്കയുടെ കീറെങ്കിലും ദാനം ചെയ്തിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി ഒരുങ്ങണേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് ഒരു കാരക്കയുടെ കീറെങ്കിലും നിങ്ങൾ ദാനം ചെയ്തിട്ട് ആ സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ നിങ്ങൾ കണക്കാക്കണേന്ന്. ഈ ദാനം, നമ്മൾ ചെയ്ത ചെറിയ ദാനങ്ങള്, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ ധർമ്മങ്ങളുടെ നാണയത്തുട്ടുകളുണ്ടല്ലോ, നമ്മൾ ബക്കറ്റ് ഇട്ട് പോകുന്ന പൈസ അടക്കമുള്ളത്, നമ്മളെന്താ കണക്കാക്കുന്നത്? ഒരു നല്ല കാര്യത്തിനാവട്ടെ, നടക്കട്ടെ, പോട്ടെ എന്നതിൽ 150 കിട്ടുപോവാണ്. പക്ഷെ നമ്മൾ അതിന്റെ പിറകിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന നേട്ടങ്ങളുടെ വണ്ണത്തെക്കുറിച്ചും അത്രയെങ്കിലും നമുക്ക് ഗൗരവം ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മൾ ഈ 100, 50, 1000 ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് പിടിപള്ളിയായി. ഒരു ഉപമ പറയുന്നുണ്ട് ഒരു സഹാബി.
ഒരു മനുഷ്യനെ ഈ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി, ശത്രുപക്ഷം മൊത്തം പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ മനുഷ്യൻ തടവറയിൽ പാർപ്പിച്ച്, തടവറയിൽ അയാൾക്ക് വധശിക്ഷ വിധിച്ച്, വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി 2 കൈകളും പുറകിൽ വെച്ച് കെട്ടിയിട്ട് അയാളെ കഴുത്ത് വെട്ടി എറിയാൻ വേണ്ടി ആരാച്ചാരെ കൊണ്ടുവന്ന് ഈർച്ചവാള കൊണ്ട് കഴുത്തിനെതിരെ ആഞ്ഞു വീശാൻ പോയപ്പോ അയാൾ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും നൽകിയാൽ, എന്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്ക് നൽകിയാൽ എന്നെ വിട്ടയക്കുമോ, എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന്. അങ്ങനെ അയാളുടെ ആ വ്യവസ്ഥയ്ക്ക് അവർ തയ്യാറായിട്ട് അയാളുടെ ചെറുതും വലുതുമായ മുഴുവൻ സമ്പാദ്യങ്ങളും കൊടുത്ത് പ്രാണൻ രക്ഷിച്ചൊരു മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ് നാളെ പരലോകത്ത് ദാനം ചെയ്യുന്ന മനുഷ്യനെന്ന്. അവന്റെ ദാനം അവനെ നരകത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്താൻ ആ ചെറിയ ദാനങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് അതാ വത്തുക്കുന്നാറ വലോഭിഷിക്കിത്തമ്പ്രത്തിനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നല്ല വാക്ക്, ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സ്വദഖ, നല്ല വാചകങ്ങൾ, നല്ല വാക്കുകൾ പറയാൻ കഴിയണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല. എന്റെ കാര്യങ്ങൾ, എന്റെ സന്തോഷം, എന്റെ സുഖം, എന്റെ പണം, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ കുടുംബം, അതല്ലടോ മനുഷ്യ ജീവിതം. എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയണം. ഏതൊരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയണം. ലോകത്ത് ഏത് സങ്കടം കണ്ടാലും നമുക്ക് കണ്ണുകറയാൻ കഴിയണം. ഏതവന്റെയും ജാതിയും മതവുമില്ല. മനുഷ്യന്റെ സങ്കടങ്ങൾ നമ്മുടെ കണ്ണ് നനയിക്കണം. മനുഷ്യരുടെ വ്യാകുലതകൾ നമുക്ക് ഞെരുക്കമുണ്ടാക്കണം. അവന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നം പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അവന്റെ സങ്കടങ്ങൾ എന്റെ കൂടി സങ്കടമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളെയും അന്യന്റെ ആവശ്യങ്ങളെയും സ്വന്തം ആവശ്യം പോലെ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ നന്മ. അതേ എന്നും അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗൗരവത്തോടെ ജീവിതത്തിൽ നന്മകൾ സമ്പാദിച്ച് ആ നന്മകൾ നിക്ഷേപമാക്കിയിട്ട് ജീവിക്കാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.